ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോയ്സ് കിച്ചൺ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഞണ്ടാണ്. ഞണ്ട് ക്ലീൻ ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യമേ കാണാം. അപ്പോൾ ഞണ്ട് ആദ്യമേ തന്നെ ഇങ്ങനൊരു സാധനമുണ്ട്, അത് ഇങ്ങനെ ആദ്യമേ കളയുക. അത് കഴിഞ്ഞിട്ട് ഞണ്ടിൻ്റെ ഈ രണ്ട് കാലിൻ്റെ ഇത് കളയുക. അത് കഴിഞ്ഞ് ഈ ഞണ്ടിൻ്റെ ഇത് ഇങ്ങനെ എടുക്കുക. ഇത് ഞണ്ടിൻ്റെ കാലും മാറ്റുക. ഇവിടെ ഇങ്ങനെയുള്ളതാണ് പെണ്ണ് ഞണ്ട്, നേരെ ഉള്ളതാണ് ആണ് ഞണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിതിൻ്റെ കഴമ്പെടുക്കണമെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നല്ലപോലെ പൈപ്പിൽ കഴുകുക. നമ്മൾ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അത് നട്ട് ഇവിടെ ഈ വലിയ കാലെടുത്ത ആ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ടും ഇങ്ങനെ തുറക്കണം. ഇത് പെണ്ണുണ്ടായതുകൊണ്ടാണ് ഇത് പൊന്നെന്ന് പറയും അതിന്. അതുണ്ട് മഞ്ഞ കളറിലിരിക്കണ വേണ്ട. എന്നിട്ട് അതിൻ്റെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കളയണം, ഈ സൈഡിലുള്ളതും ഇവിടെ ഉള്ളതും. എന്നിട്ട് പിന്നെ ഒന്നും കൂടി നല്ലപോലെ കഴുകിയെടുക്കുക. അത് കഴിഞ്ഞ് ഞണ്ടിൻ്റെ ഈ ഭാഗത്തുള്ളതും എടുക്കണം. അത് കഴിഞ്ഞ് ഇങ്ങനെ കൈയിട്ടിട്ടും ഇങ്ങനെ എടുത്തിട്ടും ഇതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടാവും, ഈ സാധനം കളയണം. അതെ, എന്നിട്ട് ഇതെടുക്കുക ഇങ്ങനെ. പിന്നെ ഈ ചെറിയ കാലിൻ്റെ അത് ചില ആളുകൾ പുഴുങ്ങിയിട്ടും എടുക്കണം, ഞാൻ പച്ചക്ക് തന്നെ എടുക്കണം. ഇങ്ങനെ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ മാംസം പോരും. എനിക്ക് പച്ചക്ക് എടുക്കുന്നതാണ് എളുപ്പമായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഇങ്ങനെ നീക്കി കഴിയുമ്പോൾ കണ്ട അപ്പം അതിൻ്റെ മാംസം കിട്ടും. വലിയ കാലെടുക്കുന്നത് ഇങ്ങനെ നമ്മുടെ മസാലയൊക്കെ പൊടിക്കണ ഇതുകൊണ്ടൊന്നും ഇതിങ്ങനെ കൊട്ടണം. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ദശ ഇങ്ങനെ എടുത്താൽ മതി. അപ്പം നല്ല ഗ്രേവി കിട്ടും നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത്. അല്ലാണ്ട് കാലോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഗ്രേവി ഉണ്ടാവില്ല. അപ്പം ഇതിൻ്റെ തന്നെ മാംസങ്ങൾ കൊണ്ട് ഗ്രേവി ഉണ്ടാക്കുന്നതിനായിരിക്കും ടേസ്റ്റ്. ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ തന്നെ ഇടും, എന്നിട്ട് സവാള കൂടുതലിട്ട് ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ പൊളിച്ചിട്ടും ഇങ്ങനെ ഇതിൻ്റെ മാംസം എടുത്തിട്ടും ഗ്രേവി ആക്കും. നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ശരിയാക്കിയിട്ടും വരാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് പിന്നീട് വേണം. ആദ്യമേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടല്ല ഇങ്ങനെ ഉരച്ച് ഇടണം. ചതച്ചിടണേലും നല്ല ഉരച്ചിടണേ. അപ്പോൾ അത് ചെറിയ ഇതായിട്ട് കിട്ടുമ്പോൾ നമുക്ക് വെന്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് 4-5 പച്ചമുളക് ഇങ്ങനെ നെടുകെ കീറിയിട്ടും ഇങ്ങനെ രണ്ടാക്കി ഇടുക. ഇത് കഴിഞ്ഞ് 3-4 വെളുത്തുള്ളി ഇതേപോലെ ചതച്ചിട്ടും ഇടുക. ചതക്കുക അല്ലെങ്കിൽ രണ്ടാക്കി ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടാലും മതി. അത് കഴിഞ്ഞ് സ്വല്പം മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് പറ്റിക്കും. ആദ്യമേ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കണം.
വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഞണ്ടിൽ നിന്ന് കുറച്ച് വെള്ളം വരും. ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ ഉള്ള വെള്ളങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട. അല്ലാണ്ട് ഇത്ര സാധനങ്ങളിട്ട് ഒരു 2-3 ഇല വേപ്പിലയും ഇടണം. ഇതിനി നല്ലപോലെ പറ്റി ഒരുവിധം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത്. നല്ലപോലെ ഇളക്കുകയും ചെയ്യണം കേട്ടോ. ഇളക്കിയിട്ടും എന്നാൽ ഇതാക്കി വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ക്ലീൻ ചെയ്ത് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മസാല റെഡിയാക്കാണ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഗ്യാസ് ചാലുവാക്കണം. എന്നിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ഉദ്ദേശ സ്പൂൺ, ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഇടും. വെളിച്ചെണ്ണ എത്രയോ കൂടിയെന്നാൽ അത്ര നല്ലതാണ്. ഇത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിൽ ടൊമാറ്റോ ഉണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, സവാള ഉണ്ട്. ഇതെല്ലാം കൂടി മിക്സായിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. നമ്മൾ ഞണ്ട് ശരിയാക്കിയപ്പോൾ അതിലും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അപ്പം അത് അനുസരിച്ച് ഇതിലിട്ടാൽ മതിയേ. എന്നിട്ട് ഇത് നല്ലപോലെ വഴന്ന് നല്ല ഗ്രേവി ആകണവരെ വഴറ്റുക. അപ്പം അത് വഴകാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പം മറ്റേ നമ്മൾ ഇത് വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കിയേ ഇടാൻ പാടില്ലേ, വേവിച്ച് കൊടുക്കും. എന്നിട്ട് ഇത് നല്ലപോലെ മൂടി വെച്ച് വഴകിയിട്ട് ഇത് വഴറ്റാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരുന്നേച്ചേ. അപ്പോൾ നല്ലപോലെ വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലോട്ട് നമ്മുടെ ഇത് ഞണ്ടിൻ്റെ ഇതനുസരിച്ച് മല്ലിപ്പൊടി ഇടണമേ. മല്ലിപ്പൊടി 3 സ്പൂൺ ഇടുക. തീ സ്വല്പം കുറച്ച് വെക്കുക. നല്ല എരിവുള്ളതാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു 1.5 സ്പൂൺ മതി. നമ്മൾ ഇനി കുരുമുളക് പൊടിയും ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത് ഇതിന്. കുരുമുളക് പൊടി ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ചിടണം. 1/4 സ്പൂണോളം ഇത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണേ. എന്നിട്ട് എന്താണ് പൊടികളായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അധികം ഗരം മസാല ഇടണ്ട. ഒരു സ്വല്പം ഗരം മസാല ഞാൻ ഇടുവേ. അതൊരു നല്ല ടേസ്റ്റാണ്. ഇടണ്ടെങ്കിൽ ഇടണ്ട, ഞാൻ ഇടും. ഇടാത്തവർക്ക് ഇത്ര മാത്രം മസാലകൾ ഇട്ടും ശരിയാക്കാൻ പറ്റും. ഞാനപ്പോൾ സ്വല്പം ഗരം മസാല ഇടും. ഇതിൻ്റെ പച്ചമണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ഞണ്ട് വേവിച്ച് വെച്ചേക്കുന്നതിൻ്റെ വെള്ളം ആദ്യം ഇടണമേ. വെള്ളം വന്നിട്ട് ഈ മസാല ഒന്ന് നല്ലപോലെ ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞത് അപ്പം തന്നെ നമ്മൾ മസാലയുടെയും ഉപ്പൊന്ന് നോക്കണം. അപ്പോൾ ഒരു സ്വല്പം ഉപ്പ് കുറവാണ് മസാലക്ക്.
ഒരു സ്വല്പം കൂടി ഉപ്പിട്ടിട്ടു. ഞണ്ട് മൊത്തം ഇതിലോട്ട് കൊട്ടിയിടണം. ഈ ഗ്രേവി നമ്മ കാലിൻ്റെ ഒക്കെ മാംസങ്ങൾ എടുത്തതിൻ്റെ ഗ്രേവിയാണ് ഇത്. അല്ലെങ്കിൽ കാല് അങ്ങനെ കാല് പൊട്ടിക്കാണ്ട് അങ്ങനെ ഇട്ട് കടിച്ച് തിന്നാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞങ്ങൾക്ക് പിള്ളേർക്കൊന്നും അങ്ങനെ കടിക്കാനൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ അതിൻ്റെ പൊട്ടിച്ചെടുത്ത് ഗ്രേവിയാക്കി ആണ് ശരിയാക്കണത്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കുഴച്ച് നല്ല കുഴമ്പ് രൂപം. ഒന്നാമത്തെ വെന്തേക്കണോണ്ട് ഇനി അധികം നേരം ഇതാക്കണ്ട. ഇതൊന്ന് മസാല ഒന്ന് നല്ലപോലെ മിക്സായാൽ മതിയേ. അപ്പം നമ്മുടെ ഞണ്ട് നല്ല ഗ്രേവിയോടുകൂടി ശരിയായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഇടുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അത് അടച്ച് വെച്ച് കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒരു രണ്ട് ഇതിൽ കറിവേപ്പിലയും കൂടി മേളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. രണ്ട് ഇതിൽ കറിവേപ്പിലയും കൂടി ഇങ്ങനെ പിച്ച് കീറി ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ കറി നല്ല റെഡി ആയിട്ടുണ്ട്. ഒരു മോര് ചാറിൻ്റെ കൂടെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.